താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. പ്രാന്തിളകിയ പിണറായി പോലീസ് ഉരുട്ടിക്കൊല, ചുരുട്ടിക്കൊല, വെരട്ടിക്കൊല, പെരട്ടിക്കൊല തുടങ്ങിയ അടിയന്തരാവസ്ഥ കാലത്തെ കൊലകൃഷികളുടെയൊക്കെ വിളനിലമായിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളം. മനുഷ്യന് ഭ്രാന്തായാൽ ചങ്ങലക്കിടാം, പക്ഷേ ചങ്ങലയ്ക്ക് ഭ്രാന്തായാലോ? അതാണിപ്പോൾ പിണറായി പോലീസിൻ്റെ അവസ്ഥ. കള്ളനേക്കാൾ വലിയ കള്ളനായി പോലീസ് അഴിഞ്ഞാടുകയാണ്. അപ്പോഴും കാരണഭൂതന് മൗനം മാത്രം. യൂത്ത് കോൺഗ്രസ്സുകാരനായ കുന്നംകുളം സുജിത്തിനെ അടക്കം അറഞ്ചം പറഞ്ചം തല്ലിച്ചതച്ച സൈക്കോ പോലീസിനെതിരെ ജനകീയ രോഷം മൂർച്ഛിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാനും സർക്കാരിനെ വെള്ളപൂശാനുമായി കോൺഗ്രസ് കാലത്തെ പോലീസ് നായാട്ട് എന്ന രീതിയിൽ CPM കൊണ്ടുവന്ന കഥകളൊക്കെ ചീറ്റി നാറിപ്പോയി. ഇപ്പോഴിതാ പാർട്ടിക്കാരായ സഖാക്കൾ പോലും പോലീസിൻ്റെ ക്രൂരത പറഞ്ഞ് രംഗത്ത് വരികയാണ്. പോലീസിനെ ഭരിക്കുന്നത് ഇപ്പോൾ RSSകാരാണ് എന്നാണ് പിന്നിലുള്ള സംസാരം. EP-യും PP-യും കോയിന്നനും കോവാലിനും അണ്ടനും അടകോടനും ചെമ്മാനും ഒക്കെ അലക്കി വെളുപ്പിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞു ഈ കേസിൻ്റെ പിന്നാലെ. അപ്പോഴും നമ്മുടെ കാരണഭൂതന് മൗനം മാത്രം. മൗനം വിദ്വാന് ഭൂഷണമെന്നാണെങ്കിലും അത് ഭ്രാന്തിൻ്റെ ലക്ഷണം കൂടിയാണ് എന്ന് ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് ആശാന് ഇല്ല, ഞാനൊന്നും പറയുന്നില്ലേ. കേരള പോലീസിന് എന്ത് പറ്റിയെന്നാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് കേട്ടോ. വല്ല ബാധയും കയറിക്കൂടിയതാണോ എന്തോ. പ്രശ്നം വെക്കാൻ പോയ കോയിന്നമ്മാഷ് തളിപ്പറമ്പിൽ ഓടിയ വഴിയിൽ പുല്ല് പോലും മുളച്ചിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. പക്ഷേ വീണ മാഡം അച്ഛനും കണവനും ആയുരാരോഗ്യ രക്ഷയ്ക്കാണോ അതോ സ്വയം രക്ഷയ്ക്കാണോ അതോ പോലീസിൻ്റെ രക്ഷയ്ക്കാണോ എന്തോ അങ്ങ് മധുരയിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പൂജയും കഴിച്ചു. കേരളത്തിൽ സഖാവ് മുത്തപ്പനെ പോലെ സഖാവ് ശിവനില്ലാത്തത് കൊണ്ടാവും മധുരയിൽ ശിവനെ കാണാൻ പോയത്. നടക്കട്ടെ നടക്കട്ടെ. ഏതായാലും കേരള പോലീസ് RSS നിയന്ത്രണത്തിൽ എന്ന ആക്ഷേപം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരം പോലീസ് നരനായാട്ട് നടക്കുന്നത്. CPM നയവും RSS നയവും ഒത്തുചേരുന്ന പോലീസിന് മൗന അനുവാദം നൽകുന്ന പോലീസ് മന്ത്രി കൂടി ആവുമ്പോൾ പിന്നെ പോലീസിന് പേ പിടിക്കുമെന്നതിൽ വലിയ അതിശയോക്തിയൊന്നും ഇല്ല കേട്ടോ. പേ പിടിച്ചാൽ പിന്നെ വെള്ളം കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് കേൾക്കുന്നത് പോലെ കറുത്ത കുപ്പായം കണ്ടാൽ നമ്മുടെ ഈ കാരണഭൂതത്താന് ഹാലിളകും, കറുത്ത മുണ്ട് കണ്ടാൽ കലിയിളകും, കറുത്ത അടിവസ്ത്രമിട്ട് പോലും റോഡിൽ നിന്നാൽ ഏമാൻ കോപിക്കും. അങ്ങനെ ആരെങ്കിലും കണ്ടാൽ അങ്കക്കലി പൂണ്ട് ആശാൻ തൻ്റെ കിങ്കരന്മാരായ പോലീസ് ഗുണ്ടകളെ വിട്ട് നായാട്ട് നടത്തിക്കളയും. അങ്ങനെ വേട്ടയാടപ്പെട്ട അനേകരുണ്ട്, കുഞ്ഞുങ്ങളടക്കം. അങ്ങനെയുള്ള ഏമാൻ തലപ്പത്തിരിക്കുമ്പോൾ ഇതല്ല, ഇതിലപ്പുറവും കേരളത്തിൽ നടക്കും. ആശാനക്ഷരമൊന്നു പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന് എന്നാണല്ലോ. ചുറ്റിനും പരിവാരങ്ങളെ പാറാവ് നിർത്തി ചുവന്ന പരവതാനിയിൽ കൂടിയേ നടക്കൂ എന്നും താൻ കടന്നു വരുന്ന വഴിയിൽ ഏറാൻ മൂളാൻ ആളുകളെ നിരത്തി നിർത്തിയും വാഴ്ത്തിപ്പാട്ട് പാടാൻ കൊട്ടാര ഗായകരെ ഇറക്കിയൊക്കെ സ്വയം അപഹാസ്യനാകുന്ന ഒരു ജനകീയ നായകൻ ഭരിക്കുന്ന നാട്ടിൽ ചങ്ങല അഴിച്ചു വിട്ട പേപ്പട്ടിയെപ്പോലെ പോലീസ് കാണിക്കുന്ന ക്രൂരതയ്ക്ക് ജനകീയനായ ഇരട്ടച്ചങ്കൻ മാന്ന് ഒരക്ഷരം പോലും പറയാത്തതിൻ്റെ പൊരുളാണ് ഇപ്പോൾ കേരളം തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോ പഴയ ഈദി അമീൻ്റെ പുതിയ പതിപ്പോ ഈ നമ്മളെ മുഖ്യൻ? താളം തെറ്റിയ ആഭ്യന്തരവും കിളിപോയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ചങ്ങല പൊട്ടിച്ച പോലീസുകാരും കൂടി ജനസമ്പർക്ക പരിപാടി നടത്തി വെടിപ്പാക്കുകയാണ് കേരളത്തിൽ. ക്രമസമാധാന പാലനം അതിൻ്റെ ഉച്ചസ്ഥായിയിലാണ്. നട്ടല് കുത്തിപ്പഴിപ്പിച്ചും ചെവിക്കരണം പൊട്ടിച്ചും സുഷ്മന വള്ളി ചൂണ്ടുവിരൽ ഇതാ ഇങ്ങനെ ചുഴറ്റിയും കരണക്കുറ്റി പുകച്ചും നടത്തുന്ന ക്രമസമാധാന പാലനം പോലീസിൽ മെഡലുകൾ വാരിക്കൂട്ടുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്.
ഉന്നതരുടെ വള്ളി നിക്കറിൻ്റെ വള്ളി കെട്ടിക്കൊടുത്തും ഷൂവിൻ്റെ ലേസ് കെട്ടിയും ഒക്കെ നേടുന്ന പ്രമോഷനായി വരുന്ന ഏമാന്മാർക്ക് വീട്ടിലെയും വെപ്പാട്ടി വീട്ടിലെയും പെണ്ണുമ്പിള്ളമാരുടെ തെറിയുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ സാധാരണക്കാരൻ്റെ ചെകിടും മുതുകും മതിയാകുന്നില്ല. ഇനി ആഭ്യന്തരമന്ത്രിയും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാകട്ടോ. പോലീസുകാരോട് തലയിലെ തൊപ്പിയും ദേഹത്തെ കാക്കിയും പെൻഷൻ പറ്റുന്നതുവരെ ഉണ്ടാവൂ. അത് കഴിഞ്ഞാൽ എന്തോ പോയ അണ്ണാനെ പോലെ ജനത്തിനിടയിൽ ഒറ്റയ്ക്ക് ഇറങ്ങേണ്ടി വരും. അത് ഓർത്താ നന്ന്. അന്ന് ഈ പോലീസ് മന്ത്രി ഉണ്ടാവില്ല, കൂടെ തല്ലിച്ചതച്ചവൻ്റെ പക അപ്പോഴും ഉണ്ടാവും. ശംഭോ മഹാദേവ. ബ്ലിങ്ക് തുടരൂട്ടോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.